നമസ്കാരം. ഇപ്പോൾ കോറൽ ഐലൻഡിലാണുള്ളത്. ബീച്ചിൽ ഇങ്ങനെ റിലാക്സ് ചെയ്യാണ്. MKTയുടെ ഭാഗമായിട്ടുള്ളൊരു ഫാം ട്രിപ്പായിരുന്നു. അപ്പോൾ ഇന്നൊരു 2ാം ദിവസം ആദ്യ ഭാഗമാണ്. കോറൽ ഐലൻഡിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി. ഞങ്ങളിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അതൊരു അതിക്രമമായി പോകും. എന്നാലും എൻ്റെ ഒരു പ്രിവിലേജ് എന്ന നിലയിൽ എല്ലാവർക്കും ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ജിബിനാസ് കഫേ സ്ട്രീറ്റ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറയും? ഒന്നും പറയാനല്ല, അതായത് അടിപൊളിയിലൊട്ടില്ല. നമ്മുടെ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ സ്ഥലമാണ് നമ്മുടെ തായ്ലൻഡ് പട്ടായ. ബാംഗ്ലൂർ പട്ടായയിൽ വരാതെ നിങ്ങൾ ഒരു കാര്യശാല ഇരിക്കരുത്. പട്ടായ എന്താണ് അടിപ്പായി നമ്മുടെ പട്ടായ വല്ലാത്ത പട്ടായ. ഓ ഇവിടെ MKTയുടെ പിന്നെ 30ാമത്തെ ഫാം ട്രിപ്പാണ്. 30ാമത്തെ ഫാം ട്രിപ്പ് 30ാമത് വന്നിരിക്കുന്നത് നമ്മുടെ തായ്ലൻഡ് ബാങ്കോക്ക് കാഞ്ചനാപുരി 5 ദിവസമാണ്. അന്നേരം നമുക്ക് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് 74 പേരാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ട്രാവൽ ഏജന്റ് മാത്രമാണ്. നമ്മൾ നമ്മുടെ സ്ഥലങ്ങൾ കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ഗസ്റ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ വന്നിരിക്കണം. അതെ, ഉറപ്പായിട്ടും. അനിയോട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. MKT അതായത് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ടൂറിസം സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതുപോലുള്ള സാധ്യതകൾക്ക് നമ്മുടെ നാട്ടിൽ എന്താണ്? 2019 MKT ഫോം ചെയ്യുന്നത്. എങ്കിൽ തന്നെയും ഈ ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടികളും ജനങ്ങൾ അറിയപ്പെടുന്ന MKT ആയിട്ട് മാറാനായിട്ട് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ 70 പേര് 36 മിനിറ്റ് കൊണ്ടാണ് 74 പേര് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അതൊക്കെ ഒരു ഗ്രൂപ്പിനെ അപേക്ഷിച്ച് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇതുപോലെ ഒരു ടൂറിസം സാധ്യത കേരളത്തിൽ എങ്ങനെയാണ്? നമുക്ക് ആലപ്പുഴയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലം ആലപ്പുഴയാണ്. ഓക്കെ.